സഹോദരീ സഹോദര ബന്ധത്തിന്റെ ആഴം കുറിക്കുന്ന രക്ഷാബന്ധൻ ചടങ്ങുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. എന്താണിതിന് കാരണം? ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് രക്ഷാബന്ധൻ ചടങ്ങുകൾ ആചരിക്കുന്നത്. രാഖി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. സഹോദരി സഹോദരന്റെ കൈത്തണ്ടയിൽ രാഖിച്ചരട് കെട്ടുന്ന ചടങ്ങാണ് രക്ഷാബന്ധൻ. സ്വന്തം സുരക്ഷയ്ക്കുള്ള വാഗ്ദാനമാണ് സഹോദരി സഹോദരന്റെ കൈത്തണ്ടയിൽ ബന്ധിക്കുന്നത്. ഒരു താലം തയ്യാറാക്കി അതിൽ കുങ്കുമം, അരി, മൺചിരാത്, രാഖി എന്നിവ വയ്ക്കുന്നു. സഹോദരന് ആരതി ഉഴിഞ്ഞ് അരിയിട്ട ശേഷം നെറ്റിത്തടത്തിൽ സഹോദരി തിലകം ചാർത്തുന്നു. തുടർന്നാണ് കൈത്തണ്ടയിൽ രാഖി കെട്ടുക. സഹോദരി നൽകുന്ന മധുരപലഹാരങ്ങൾ ഇരുവരും പങ്കിട്ട് കഴിക്കും. ആങ്ങളയുടെ ദീർഘായുസ്സിനായി പെങ്ങൾ പ്രാർത്ഥിക്കും. ഈ കരുതലിനും സ്നേഹത്തിനും പകരമായി സഹോദരൻ സമ്മാനങ്ങൾ നൽകും. സഹോദരിക്ക് ഏതു സാഹചര്യത്തിലും തുണയാകുമെന്ന വാഗ്ദാനവും സഹോദരൻ നൽകുന്നു. സഹോദരനോട് സ്നേഹവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുമെന്ന് സഹോദരി തിരിച്ചും വാക്ക് നൽകുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് ചടങ്ങിന് ഏറ്റവും അനുയോജ്യം. അതല്ലെങ്കിൽ സന്ധ്യാസമയവും തിരഞ്ഞെടുക്കാം. അശുഭ സമയം രാഖി ചാർത്താൻ ഒഴിവാക്കാറുണ്ട്. എന്നാൽ പൗർണമിയുടെ ദിനത്തിൽ രാവിലെ തന്നെ രക്ഷാബന്ധൻ ചടങ്ങുകൾ നടത്തുക എന്നതാണ് പതിവ്. ചുവപ്പ് ചരടാണ് രാഖിയാക്കുന്നത്. എന്നാൽ മാറിയ കാലത്ത് ആഡംബരം ഈ ചടങ്ങിലും കടന്നു വന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള രാഖി മുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ചവ വരെ വാങ്ങാൻ കിട്ടും. കുടുംബ ബന്ധങ്ങളെ ഓർമ്മിക്കാൻ ചടങ്ങുകൾ ആചരിക്കുന്നത് ഇന്ത്യൻ രീതിയിൽ സാധാരണമല്ല. അതിനാൽ തന്നെ സാമൂഹികമായ ആചാരങ്ങളാണ് രക്ഷാബന്ധൻ ചടങ്ങിന് പിന്നിലുള്ള കാരണമെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മകളുടെ ഭർതൃഗൃഹം സന്ദർശിക്കുന്ന പതിവ് പഴയ കാലത്ത് വടക്കേ ഇന്ത്യൻ സംസ്കാരത്തിൽ അന്യമായിരുന്നു. അച്ഛനോ അമ്മയോ മകളെ കാണാൻ പോകാത്ത സാഹചര്യത്തിൽ മകൾ പിതൃഗൃഹത്തിലേക്ക് വിശേഷ ദിനങ്ങളിൽ വരിക എന്നതായിരുന്നു പതിവ്. ഗ്രാമങ്ങൾ തമ്മിൽ അകലമുള്ള സാഹചര്യത്തിൽ ഭർതൃഗൃഹത്തിൽ നിന്നും പെൺകുട്ടിയെ കൊണ്ടുവരേണ്ട ചുമതല സഹോദരനാണ്. രക്ഷാബന്ധൻ സമയത്ത് സ്വന്തം വീട്ടിലെത്തുന്ന പെൺകുട്ടികൾ കുറച്ചു ദിവസം കഴിഞ്ഞാണ് ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചു പോവുക. ഒരു പെൺകുട്ടിയെ അവളുടെ സ്വന്തം ഗൃഹം ഭർതൃഗൃഹവുമായി ബന്ധിപ്പിക്കുന്ന ആചാരപരമായ സ്ഥാനം കൂടിയാണ് സഹോദരനുണ്ടായിരുന്നത്. ഈ പ്രത്യേകതയാവാം സഹോദരീ സഹോദര ബന്ധത്തിലെ ആഴവും കരുതലും സ്നേഹവും സൂചിപ്പിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ ബ്രാഹ്മണ സമൂഹം പൂണൂൽ മാറുന്നത് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ്. ആവണിയവിട്ടം എന്നാണ് ഈ ദിനം അറിയപ്പെടുന്നത്. പുരാണങ്ങളിലും ചരിത്രത്തിലും രക്ഷാബന്ധൻ ചടങ്ങുമായി ബന്ധപ്പെട്ട പല കഥകളും കാണാം. ഉദാഹരണം ബലിയും ലക്ഷ്മിയും തന്നെ. ബലിയുടെ ഭക്തിയിൽ സംപ്രീതനായ മഹാവിഷ്ണു ബലിയുടെ രാജ്യസംരക്ഷണം എന്ന ദൗത്യം ഏറ്റെടുത്തു. ഭർത്താവ് പോയതോടെ ലക്ഷ്മിയും ബലിയുടെ രാജ്യത്തേക്ക് വേഷം മാറി വന്നു. ബലിയുടെ കൈത്തണ്ടയിൽ ലക്ഷ്മി രാഖി കെട്ടി. പകരമായി തന്റെ ഭർത്താവിനെ വേണമെന്നും പറഞ്ഞു. സഹോദരീ തുല്യായതിനാൽ ബലി ലക്ഷ്മിയുടെ ആവശ്യം അംഗീകരിച്ചു. കൃഷ്ണനും ദ്രൗപദിയും മറ്റൊരുദാഹരണമാണ്. ശിശുപാലനുമായുള്ള യുദ്ധത്തിൽ കൈത്തണ്ട മുറിഞ്ഞ കൃഷ്ണഭഗവാനെ കണ്ട മാത്രയിൽ തന്റെ ചേലത്തുമ്പുകൊണ്ട് മുറിവ് കെട്ടിയ ദ്രൗപദിയുടെ കരുതലിൽ മനം നിറഞ്ഞ കൃഷ്ണൻ സമയമെത്തുമ്പോൾ ഈ കടം വീട്ടുമെന്ന് വാക്ക് നൽകി. കൗരവസഭയിൽ വസ്ത്രാക്ഷേപ സമയത്ത് ചേല നൽകി കൃഷ്ണൻ ആ വാക്കു പാലിച്ചു. ചരിത്രത്തിലും രാഖിയെ പരാമർശിക്കുന്ന കഥകൾ കാണാം. പോറസും അലക്സാണ്ടറും പോലെ. പോറസുമായി അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധം നടത്തിയപ്പോൾ പോറസിന്റെ ധീരതയിൽ ഭയം തോന്നിയ അലക്സാണ്ടറിന്റെ പത്നി റെക്സാന രാഖി പോറസിന് അയച്ചുകൊടുത്തു. പോറസ് അലക്സാണ്ടറെ പരിക്കേൽപ്പിക്കരുത് എന്ന ലക്ഷ്യമായിരുന്നു രാഖി കൊടുത്തയച്ചതിനു പിന്നിൽ. സഹോദരീ തുല്യയായ സ്ത്രീയുടെ സുരക്ഷയാണ് രാഖിച്ചരടിലൂടെ ഉറപ്പാക്കുന്നത്. യുദ്ധക്കളത്തിൽ അലക്സാണ്ടറുമായി ഏറ്റുമുട്ടിയപ്പോൾ സ്വന്തം കൈത്തണ്ടയിലെ രാഖിച്ചരട് കണ്ടതോടെ അലക്സാണ്ടറെ മുറിവേൽപ്പിക്കുന്നതിൽ നിന്ന് പോറസ് പിന്മാറുകയായിരുന്നു. 1905 ബംഗാൾ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ രവീന്ദ്രനാഥ ടാഗോർ രാഖിയെ പ്രതിരോധ മാർഗമായി ഉപയോഗിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം ഏകോപനത്തിനായി ടാഗോർ രാഖികെട്ടൽ ചടങ്ങ് ആഘോഷകരമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. രാഖി വിദേശികൾക്കെതിരെ ഒന്നിക്കാനുള്ള മാർഗവും കൂടിയായിരുന്നു അന്ന്.